വാർത്തകൾ വിശദമായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ തർക്കം തുടരുന്നു. അല്പസമയത്തിനകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ പട്ടികയുടെ അന്തിമ രൂപം ഉണ്ടാകുമെന്നാണ് KPCC നേതാക്കൾ നേരത്തെ അറിയിച്ചത്. രാത്രിയോടെ പ്രഖ്യാപനമുണ്ടാകും. വടകര, വയനാട്, ഇടുക്കി, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ഒന്നിൽ കൂടുതൽ പേർ ലിസ്റ്റിലുണ്ട്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, ഈ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴും ഒറ്റ പേരിലേക്ക് എത്തിച്ചേരാൻ കോൺഗ്രസിന് പല സീറ്റുകളിലും ഇപ്പോഴും കഴിയുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? വടകര, വയനാട്, അതുപോലെ തന്നെ ഇടുക്കി, ഈ 3 സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണോ? അശ്വതി, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ വസതിക്ക് മുമ്പിലാണ്. ഇവിടെയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിക്കുന്നത്. 6:15 കൂടിയാണ് യോഗം ആരംഭിക്കുക. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾ എല്ലാവരും സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. അല്പസമയം മുമ്പ് സമിതി അംഗമായി AK ആന്റണി ഇവിടെ വസതിക്ക് ഉള്ളിലേക്ക് എത്തി. KC വേണുഗോപാലാണ് മറ്റൊരു മലയാളിയായ സമിതി അംഗം. മുഗൾ വാസ്നിക്കാണ് സമിതിയുടെ അധ്യക്ഷൻ. കോൺഗ്രസിന്റെ 3ാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കുകയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ പ്രധാനപ്പെട്ട അജണ്ട. അതിലവർക്ക് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത് കേരളത്തിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെയാണ്. 20 അംഗ ലോക്സഭയിലേക്കുള്ള ലിസ്റ്റിൽ 16 ലോക്സഭാ മണ്ഡലങ്ങളാണ് കോൺഗ്രസിന് കേരളത്തിലുള്ളത്. ഈ 16 ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റിന് അന്തിമ രൂപം നൽകാൻ സ്ക്രീനിംഗ് കമ്മിറ്റി കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ ചേർന്നെങ്കിൽ പോലും അതിലൊന്നും അന്തിമ രൂപമായില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പിൽ എത്തിയിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പോലും 4 മണ്ഡലങ്ങളിൽ ഒന്നിലേറെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് സമിതിയാണ് അതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറ്റിങ്ങൽ തന്നെയാണ്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മത്സരിക്കുമെന്നാണ് അറിയിച്ചെങ്കിൽ പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പിൽ നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ അടൂർ പ്രകാശിന് കൂടാതെ ഷാനിമോൾ ഉസ്മാന്റെ പേര് കൂടി ആറ്റിങ്ങൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, ജോസഫ് വാഴക്കൻ എന്നിവരുടെ പേരുണ്ട്. കൂടാതെ വയനാട്ടിൽ അബ്ദുൾ മജീദ്, T സിദ്ദിഖ് എന്നിവരുടെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വടകരയിൽ കോഴിക്കോട് കൗൺസിലറായ വിദ്യാ ബാലകൃഷ്ണ കൂടാതെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലിസ്റ്റ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ T സിദ്ദിഖിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ T സിദ്ദിഖിനെ വയനാട് ഉൾപ്പെടുത്തുക അത്ര എളുപ്പമല്ല എന്ന് നേതാക്കൾ പറയുന്നു. കാരണം ഈ ജാതി മത പരിഗണന നോക്കുമ്പോൾ ഷാനിമോൾ ഉസ്മാനെ കൂടാതെ I ഗ്രൂപ്പിന്റെ കൈവശമുള്ള മണ്ഡലമാണ് വടകര. ഇവിടെ I ഗ്രൂപ്പിന്റെ തന്നെ പ്രബലനായ നേതാവാണ് അബ്ദുൾ മജീദ്. KPCC സെക്രട്ടറി കൂടിയായ അബ്ദുൾ മജീദ് വയനാട് പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തെ മത്സരിക്കണം. സിദ്ദിഖ് ആകട്ടെ A ഗ്രൂപ്പാണ്. ഒരു കാരണവശാലും A ഗ്രൂപ്പിന് ഈ വയനാട് മണ്ഡലം കൈമാറാനാകില്ല എന്ന് I ഗ്രൂപ്പ് പറയുന്നെങ്കിൽ I ഗ്രൂപ്പ് വിഭാഗത്തിന് തന്നെയായിരിക്കും ഈ വയനാട് സീറ്റ് ലഭിക്കുക. മറ്റൊന്ന് വടകരയിലാണ്. വടകരയിൽ വളരെ ശക്തമായ മത്സരം ആ മണ്ഡലത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനം ഒഴിഞ്ഞതു മുതൽ അത് KK രമയ്ക്ക് വേണ്ടി നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇന്നലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് തള്ളി. അതേ തുടർന്ന് ഇപ്പോൾ കോഴിക്കോട് കൗൺസിലറായ വിദ്യാ ബാലകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരുമാണ് സജീവമായി വടകരയിൽ പരിഗണിക്കുന്നത്. വടകരയിൽ ഒരു പരാജയം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു. ഇതിനിടയിൽ മറ്റൊരു പ്രധാന വിഷയമായി നേരത്തെ തന്നെ ഉയർന്നു വന്നത് പ്രമുഖ നേതാക്കളായ ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ മത്സരിക്കുമോ എന്നാണ്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കട്ടെ എന്നായിരുന്നു ആദ്യത്തെ അജണ്ടയെങ്കിലും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കടുത്ത പിടിവാശിക്കൊടുവിൽ KPCC നേതൃത്വം കീഴടങ്ങി. ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ മത്സരിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ച് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഒന്നിൽ കൂടുതൽ പേരുകളുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് സമിതി അന്തിമ തീരുമാനം എടുക്കുക എന്നതാണ് പ്രധാനം. കേരളത്തിൽ പോലും ഇത്ര തർക്കത്തിലൂടെ പരിഹരിക്കാനാകാത്ത വിഷയമാണ് ഇനി തെരഞ്ഞെടുപ്പ് സമിതി പരിഹരിക്കേണ്ടത്. 6:15 ആരംഭിച്ചാൽ പോലും പിന്നീട് തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനം പുറത്തുവരാൻ രാത്രി ഏറെ വൈകും. കാരണം കഴിഞ്ഞ 1ാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റും 2ാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റും ഇറങ്ങിയത് 9 മണിക്ക് ശേഷമായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു കേരളത്തിന് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 3ാം ഘട്ട ലിസ്റ്റ് അത്തരത്തിൽ വൈകാനാണ് ഏറെ സാധ്യത. അപ്പോൾ സന്തോഷ്, 6:30 ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ട? അശ്വതി, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഉത്തർപ്രദേശ് കൂടാതെ കേരളത്തിന്റെ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലാണ് അന്തിമ രൂപം നൽകേണ്ടത്. സാധാരണഗതിയിൽ അതാത് PCCകൾ അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കി നൽകുമ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി ഇക്കാര്യത്തിൽ ഒരു ഒപ്പ് ചാർത്തുന്ന പണിയേ ഉള്ളൂ. പക്ഷെ ഇപ്രാവശ്യം കേരളത്തിന് അങ്ങനെയല്ല. ഇക്കാര്യത്തിൽ വലിയ ശക്തമായ തർക്കമുണ്ടായിരിക്കുന്നു. കേരളത്തിൽ നിന്ന് AK ആന്റണിയുണ്ട്, KC വേണുഗോപാലും തെരഞ്ഞെടുപ്പ് സമിതിയിലുണ്ട്. സ്വാഭാവികം ഈ തർക്കമുണ്ടായ മണ്ഡലങ്ങളിൽ ഇവരുടെ കൂടി
നിലപാട് പരിഗണിക്കും. ഇത് കൂടാതെ തന്നെ AICC നേരത്തെ ഒരു സർവേ നടത്തിയിരുന്നു. അപ്പൊ തർക്കമുണ്ടായ മണ്ഡലങ്ങളിൽ ആ സർവേ കൂടി അവർ സന്തോഷ്, അപ്പോൾ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പിലും സങ്കീർണമാകും എന്ന് തന്നെയാണോ സന്തോഷ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്? അശ്വതി, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് സമിതിക്ക് ഇനി അതിൽ തീരുമാനമുണ്ടാകുക അത്ര എളുപ്പമാവുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ സിറ്റിംഗ് MP-മാർ അടക്കം ഉൾപ്പെട്ടുകൊണ്ട് ഏകദേശം 12ഓളം മണ്ഡലങ്ങളിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രം ഒരു പ്രത്യേക ലിസ്റ്റായി ഇറക്കുകയോ പത്തനംതിട്ട അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എളുപ്പമല്ല. തെരഞ്ഞെടുപ്പ് സമിതിയിൽ കേരളത്തിൽ നിന്ന് KC വേണുഗോപാൽ AK ആന്റണി ഉൾപ്പെട്ടതുകൊണ്ട് സ്വാഭാവികമായും അവരുടെ നിലപാട് കൂടി ആരായും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ ഡൽഹിയിൽ തന്നെ തങ്ങുന്നു. കാരണം ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന്റെ തീരുമാനത്തിന് ശേഷം മടങ്ങാം എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇനി അനൗപചാരിക ചർച്ചകൾ വേണ്ടിവരുമോ എന്ന സംശയം പോലും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അശ്വതി. ശരി സന്തോഷ്. തെരഞ്ഞെടുപ്പ് സമിതി യോഗം കോൺഗ്രസിന്റെ അല്പസമയത്തിനകം സോണിയാഗാന്ധിയുടെ വസതിയിൽ ആരംഭിക്കും. രാത്രിയോടുകൂടി മാത്രമേ ഒരു അന്തിമ ലിസ്റ്റ് പുറത്തിറങ്ങുകയുള്ളൂ എന്നാണ് സന്തോഷ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ. മാണിക്ക് മുന്നിൽ കീഴടങ്ങി PJ ജോസഫ്. തന്നെ മനഃപൂർവ്വം മാറ്റി നിർത്തി കേരള കോൺഗ്രസിൽ മാണിക്കും തനിക്കും ഇരട്ട നീതിയെന്നും PJ ജോസഫ്. വർക്കിംഗ് ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യ പോരാട്ടം തുടരുമെന്നും PJ ജോസഫ് വ്യക്തമാക്കി. എന്നെ മനഃപൂർവ്വമായി മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഈ പ്രാദേശികവാദം ഉന്നയിച്ചതാണ്. അത് ഈ പാർട്ടിയുടെ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങൾക്കെതിരാണ്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യം ശക്തമാക്കാനും ഇതുപോലെയുള്ള അട്ടിമറികൾ അവസാനിപ്പിക്കാനുള്ള പോരാട്ടം തുടർന്നതാണ്. വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി സമീർ ചേർന്നുണ്ട്. സമീർ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്? PJ ജോസഫ് MLA വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞത് പാർട്ടിയിൽ ജോസ് കെ മാണിക്കും തനിക്കും രണ്ട് നീതിയാണ് എന്നാണ്. ഈ ഇരട്ട നീതി പ്രധാനമായും പ്രകടമായ ഒരു സാഹചര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ജോസ് കെ മാണിയെ രാജ്യസഭാ അംഗമാക്കുന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. കെ മാണിയുടെ വീട്ടിൽ പാലായിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഇതേ വീട്ടിൽ തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടതും പാർലമെന്ററി പാർട്ടി യോഗമാണ്. പക്ഷേ പിന്നീട് അത് അട്ടിമറിക്കപ്പെട്ടു. ഈ അട്ടിമറിക്ക് പിന്നിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കളുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തിപരമായിട്ട് പേരെടുത്ത് പരാമർശിച്ചില്ല എങ്കിൽ കൂടി ജോസ് കെ മാണിക്ക് പങ്കുണ്ട് എന്നുള്ള സ്വരമാണ് അദ്ദേഹത്തിൽ നിന്നും ഉയർന്നു വന്നത്. ഇത് കടുത്ത നീതി നിഷേധമാണ്. അർഹിച്ച ഒരു സ്ഥാനത്വം തന്നിൽ നിന്ന് നിഷേധിക്കപ്പെട്ടു. മാത്രമല്ല അവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് താൻ അറിഞ്ഞില്ല. താൻ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. അതായത് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ് എന്നുള്ള ഒരു പരിഗണനയും തനിക്ക് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടോ അതിന്റെ തന്നെ അവഹേളിച്ചു. അതോടൊപ്പം തന്നെ ഔദ്യോഗികമായിട്ടൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ അത്തരം കാര്യങ്ങളും തന്നെ അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നത് തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിക്കൊണ്ട് പ്രാദേശികവാദം ഉന്നയിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഇത് മനഃപൂർവ്വം തന്നെ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ കെ മാണി, ജോസ് കെ മാണി തുടങ്ങിയവരുടെ നേതൃത്വത്തിലെടുത്തിട്ടുള്ള അത്തരത്തിലുള്ള ഒരു അട്ടിമറിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടാൻ ഇടയാക്കിയത് എന്ന് PJ ജോസഫ് MLA പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് അദ്ദേഹത്തിന് ഒരു ഉപായം മറ്റൊരു തരത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല നേരും ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുമായിക്കൊണ്ട് ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കളുമായിക്കൊണ്ട് നടത്തിയ ഈ ചർച്ചക്കൊടുവിൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യം കൈപ്പത്തിയിൽ മത്സരിക്കണം എന്നതായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ്. 2 ഇല ചിഹ്നത്തിൽ മത്സരിച്ച് നിയമസഭാ അംഗമായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാടിലേക്ക് തനിക്ക് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയിച്ചു. പിന്നീടും ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നും അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹത്തെ പറഞ്ഞ് അവർ ധരിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നീട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുന്നു. PJ ജോസഫ് ഇത്തവണ സ്ഥാനാർത്ഥിയാകില്ല എന്നറിയുന്നു. ഈ വേളയിൽ അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് പാർട്ടിയിൽ നിന്ന് ഒരു ഭിന്നിപ്പ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ല, പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. പാർട്ടിയിൽ ഏകാധിപത്യമാണ്, ഉൾപാർട്ടി ജനാധിപത്യം നടപ്പാക്കാൻ വേണ്ടിക്കൊണ്ടായിട്ടും തന്റെ ഇനിയുള്ള പോരാട്ടം എന്നുകൂടി PJ ജോസഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കടുത്ത അമർഷം കെ മാണിയോടും ജോസ് കെ മാണിയോടും അദ്ദേഹത്തിനുണ്ട്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കണം എന്ന കോൺഗ്രസിന്റെ ആവശ്യം
അത് ഒരിക്കലും അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയിച്ചു. പിന്നീടും അദ്ദേഹത്തിന് സ്ഥാനത്ത് നൽകാം എന്നുള്ള രീതിയിലുള്ള ഒരു വാഗ്ദാനം, ഒരു മോഹന സ്വപ്നമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ നിലനിർത്തി. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കീഴടങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജോസ് കെ മാണിക്കും UDF പറയുന്നത് എന്തോ അതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ഘട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. എന്തായാലും പാർട്ടിക്കകത്തുള്ള ജനാധിപത്യ സംവിധാനങ്ങളിൽ ഇല്ല എന്ന് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ തന്നെ തുറന്നു പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് കേരള കോൺഗ്രസ് എം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PJ ജോസഫ് വരും ദിവസങ്ങളിലും മറ്റു തരത്തിലുള്ള നിലപാടുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു. ഡൽഹിയിലുള്ള നേതാക്കൾ തിരിച്ചെത്തിയാൽ മറ്റു കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യും. തുടർന്നുള്ള നടപടികൾ അതിനുശേഷമായിരിക്കും പാർട്ടി കൈക്കൊള്ളുക. പ്രത്യേകിച്ചും താനും തന്റെ കൂടെ നിൽക്കുന്നവരും കൈക്കൊള്ളുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനൊപ്പം ഇന്ന് മോഹൻ ജോസഫ് MLA വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ മുൻ MLA ആയിട്ടുള്ള TU കുരുവിളയും പങ്കെടുത്തിരുന്നു. ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരള കോൺഗ്രസ് എമ്മിനോട്, പ്രത്യേകിച്ചും കെ മാണിയോടും ജോസ് കെ മാണിയോടും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. ശരി സമീർ, ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ലെസ്ലി കൂടി ചേരുകയാണ്. ലെസ്ലി, വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച് പുറത്തുവരിക, UDF മുന്നോട്ട് വെച്ച കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന ഓഫർ സ്വീകരിക്കുക, ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെയായിരുന്നു PJ ജോസഫ് ഉൾപ്പെടുന്ന പാളയത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്ന വിവരങ്ങൾ. പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായി തന്നെ മനഃപൂർവ്വം അവർ പുറത്താക്കി, അതിനുവേണ്ടി ഒരു പ്രാദേശികവാദം ഉന്നയിച്ചു. കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായി അട്ടിമറിക്കപ്പെട്ട ഈ ഒരു വ്യവസ്ഥിതിക്ക് എതിരായി ഉൾപാർട്ടി ജനാധിപത്യത്തിന് എതിരെ ശക്തമായി പ്രതികരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നു. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊരു കീഴടങ്ങലല്ലേ UDFന് മുന്നിലും അതുപോലെ തന്നെ മാണിക്ക് മുന്നിലും? രണ്ട് തരത്തിൽ അശ്വതി നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. പ്രധാനമായും PJ ജോസഫ് എന്ന നേതാവ് തന്റെ ഇമേജ് നിലനിർത്തിക്കൊണ്ട് പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിനായി പടപൊരുതാൻ ഉറച്ച് രംഗത്തിറങ്ങുന്ന ഒരു നേതാവായി വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിയിൽ തുടരാൻ കഴിയും. മാത്രമല്ല, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാന കാരണം മാണിയുടെ മകൻ ജോസ് കെ മാണിയും ആണ് എന്ന് പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് സാധാരണ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കും സ്പഷ്ടമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ നടത്തിയിരിക്കുന്നത്. പാർട്ടി വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ തുടരുമ്പോൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സംഘടനാ തലമാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതൊരു കുടുംബാധിപത്യ രാഷ്ട്രീയ പാർട്ടിയായി മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെയാണ് താൻ പടപൊരുതാൻ ഉറച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം പ്രവർത്തകർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ഇടയിൽ നിന്നും കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് PJ ജോസഫ് നടത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ രാവിലെ നൽകിയ വാർത്തയ്ക്ക് അനുസൃതമായി PJ ജോസഫ് അക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് പാളയത്തിൽ നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ ഇടുക്കിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യം ആരാഞ്ഞിരിക്കുന്നു. ഒരു പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനെ അടർത്തിയെടുത്ത് UDFന്റെ ഭാഗമായിരിക്കുന്ന ഒരു ഘടകകക്ഷിയുടെ വർക്കിംഗ് ചെയർമാനെ ആ പാർട്ടിയിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ, ഒരു തന്ത്രം കോൺഗ്രസ് മെനഞ്ഞു എന്നുള്ളത് UDFൽ വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകുന്ന ഒരു വിഷയമായി മാറും എന്നുള്ളത് തീർച്ചയാണ്. പ്രത്യേകിച്ച് UDFൽ ശക്തരായ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി നിലനിൽക്കുന്ന കേരള കോൺഗ്രസ് എം ഈ വിഷയം UDFൽ ഉന്നയിക്കുക തന്നെ ചെയ്യും. എന്തായാലും അത്തരത്തിലുള്ള രാഷ്ട്രീയ പടലപ്പിണക്കങ്ങൾക്ക് കാരണമാകുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് PJ ജോസഫ്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു, താൻ അത് നിരസിക്കുകയായിരുന്നു എന്നത് പറയുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ അന്തരീക്ഷം അതായിരിക്കും. എന്തായാലും നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നും പടപെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹം ഉറച്ച തീരുമാനമായി പറയുന്നിരിക്കുന്നത്. നേരത്തെ തന്നെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാനമാനങ്ങൾ ഒഴിവാക്കാൻ ഉള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും അവസാന നിമിഷമാണ് അദ്ദേഹം പിന്മാറുകയും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനമായ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനമായ വിഷയം ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ളതായിരിക്കും. അതിൽ ഇവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും പൊരുതുമെന്ന PJ ജോസഫിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ലെസ്ലി, രണ്ട് കാര്യം കൂടി. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ കേരള കോൺഗ്രസ് നേതാക്കളും കുഞ്ഞാലിക്കുട്ടിയും തിരിച്ചെത്തിയാൽ ചർച്ചകൾ തുടരും എന്ന് പറയുന്നു. അതേപോലെ തന്നെ കേരളത്തിൽ
ഉള്ള എല്ലാ UDF സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുവാൻ വേണ്ടി ശക്തമായി പ്രവർത്തിക്കും എന്ന് പറയുന്നു. പ്രതിഷേധിച്ച് അകത്ത് നിൽക്കുന്നതും പ്രതിഷേധിച്ച് പുറത്തു പോകുന്നതും രണ്ടാണ്. കോട്ടയം ഉൾപ്പെടെയുള്ള സീറ്റുകളുടെ വിജയ സാധ്യതയെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു മുന്നോട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ബാധിക്കുക? കോട്ടയത്ത് നിലവിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പാർട്ടിയിൽ അച്ചടക്കമുള്ള പ്രവർത്തകനായി ഉൾപാർട്ടി രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് PJ ജോസഫ് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കോട്ടയത്ത് യാതൊരു തരത്തിലുള്ള എതിർപ്പുകളും ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. മാത്രമല്ല, കോട്ടയത്ത് മാണി വിഭാഗത്തിന് മൃഗീയമായ ഒരു ഭൂരിപക്ഷം പാർട്ടിക്കുള്ളിലുണ്ട്. ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് തന്നെയായിരിക്കും അവർ അവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കേണ്ടി വരിക. PJ ജോസഫിന് വലിയ സ്വാധീനം കോട്ടയം മേഖലയിൽ ഇല്ല എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ തോമസ് ചാഴിക്കാടിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും പിന്നോട്ട് ജോസഫ് വിഭാഗത്തിന് മാറി നിൽക്കാം അല്ലാതെ തോൽപ്പിക്കാനുള്ള ഒരു ശേഷി കോട്ടയത്ത് PJ ജോസഫിനില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റ് സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ്. കോൺഗ്രസിനോടൊപ്പം തന്നെ കിടപിടിക്കാൻ ഇടുക്കി ജില്ലയിൽ PJ ജോസഫ് വിഭാഗത്തിന് ആൾബലമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ UDF-നുള്ളിൽ നിൽക്കുന്ന ജോസഫ് UDF-ന് പ്രയോജനം ചെയ്യും എന്നുള്ളത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ഏറ്റവും നിർണായകമായ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെയും ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ചാലക്കുടി ഒപ്പം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങളിലും വളരെ സ്വാധീനം ചെലുത്താൻ ജോസഫ് വിഭാഗത്തിനാവും എന്നുള്ളത് യാഥാർത്ഥ്യമായി കോൺഗ്രസും തിരിച്ചറിയും. ഇത് ഈ ശുഭാപ്തി വിശ്വാസം തന്നെയാണ്, ഈ 3 സീറ്റുകളിലെ സ്വാധീനം തന്നെയാണ് ജോസഫ് ഇപ്പോഴും പ്രതീക്ഷ വെച്ചുകൊണ്ട് UDF നേതാക്കൾ മടങ്ങിയെത്തുമ്പോൾ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാകും എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടുക്കിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. 6:30യോടുകൂടി പുതിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെങ്കിലും ഇടുക്കിയിലെ സ്ഥാനാർത്ഥിത്വം AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ പെട്ടുകിടക്കുകയാണ്. ഇതിന്റെ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അത് നടപ്പിലാക്കുകയും അതനുസരിക്കുകയും മാത്രമായിരിക്കും കോൺഗ്രസിന് ഉണ്ടാകുക. അത്തരത്തിലൊരു തീരുമാനം അത് മറിച്ചാകാൻ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് തന്നെയാണ് ജോസഫിന്റെ മനസ്സിൽ ഇപ്പോഴുമുള്ളത്. എന്തായാലും ജോസഫ് കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഘടകകക്ഷി എന്ന നിലയിൽ കേരള കോൺഗ്രസിന് ആ സീറ്റ് നൽകേണ്ട എന്ന് ഹൈക്കമാൻഡ് രാവിലെ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. പൊതു സ്വതന്ത്രൻ എന്ന നിലയിൽ ഇനി ആ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന് കടക്കാൻ കഴിയില്ല. എന്ത് ഫോർമുലയാകും പുതിയ ചർച്ചകളിലൂടെ ഉരുത്തിരിയുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. അശ്വതി, പാർട്ടിക്കുള്ളിൽ പോരാട്ടം തുടരുമെന്നാണ് PJ ജോസഫ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകുന്ന സൂചന. ലെസ്ലിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. BJP-യിൽ സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയൊരു വിവരം തുഷാർ വെള്ളാപ്പള്ളി മത്സര രംഗത്തേക്കില്ല എന്നത് തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരും. ഷാജഹാൻ, കേൾക്കാമോ? ഷാജഹാൻ, ഈ BDJS-നേക്കാൾ വലുത് SNDP എന്ന് തന്നെയുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ ആയിരിക്കുമോ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മത്സര രംഗത്തേക്ക് വരാത്തതിനുള്ള കാരണം? ശരി, അതിന് 2-3 ഘടകങ്ങളാണ് നമുക്ക് BDJS-ന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 5 സീറ്റുകളിൽ BDJS മത്സരിക്കുമെന്നുള്ളതാണ് BDJS-ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം, ഇടുക്കി, ആലത്തൂർ, വയനാട്, തൃശൂർ അല്ലെങ്കിൽ പാലക്കാട് ഇത്തരം മണ്ഡലങ്ങളിലായിരിക്കും BDJS-ന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. പക്ഷേ എങ്കിൽ പോലും തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്നൊരു തീരുമാനം നേരത്തെ മുതൽ തന്നെ BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്, ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുണ്ട്. പക്ഷെ എന്നാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ BDJS-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്തേക്ക് വരരുത് എന്നൊരു തീരുമാനം നേരത്തെ കൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം നേരത്തെ SNDP-യിൽ ഉണ്ടായിരുന്ന 3 പേർ കോൺഗ്രസിന് വേണ്ടിയിട്ട് മത്സരിച്ചിരുന്നു. ഈ മത്സരത്തിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച 3 പേരും ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനുശേഷം SNDP-യിലുള്ളവർ മത്സരരംഗത്തേക്ക് വരരുതും, അങ്ങനെ മത്സരരംഗത്തേക്ക് വന്നാൽ അവർ സ്ഥാനമാനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മത്സരിക്കണം, അത് SNDP-ക്ക് ഒരു കളങ്കമായിട്ട് മാറും എന്നുള്ളൊരു ചരിത്രം കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം SNDP യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചത്. പക്ഷെ എങ്കിൽ പോലും അതൊന്നുമല്ല ഇപ്പോൾ തുഷാർ മത്സരിക്കാതിരിക്കാനുള്ള കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ മുതൽ തന്നെ മത്സരരംഗത്തേക്കില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ BDJS-ന്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളെയും മത്സരിപ്പിക്കാനാണ് അദ്ദേഹം തന്റെ നേതൃത്വ പടവും ഉപയോഗിച്ച് BJP ദേശീയ നേതൃത്വവുമായിട്ട് സംസാരിച്ചിരുന്നത്. പക്ഷേ BJP ദേശീയ നേതാക്കൾ ആവശ്യപ്പെട്ടത്
വെള്ളാപ്പള്ളി ക്ഷമിക്കണം തുഷാർ വെള്ളാപ്പള്ളി എവിടെ മത്സരിച്ചാലും അവർക്ക് സീറ്റ് കൊടുക്കാമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ മത്സരിക്കാനായിട്ട് തുഷാറിനോട് അവർ നിർദ്ദേശിച്ചത്. എന്നാൽ തുഷാർ മത്സരിച്ച് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിജയസാധ്യത ഇല്ലാത്തൊരു സീറ്റിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് BDJSന്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതാണ് BDJSന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും BDJS രണ്ടായിട്ട് പിളരുകയും അതിലൊരു വിഭാഗം BJPയിലേക്ക് പോവുകയും മറ്റൊരു വിഭാഗം മാത്രമേ BDJSനോടൊപ്പം ഉണ്ടാകാനുമുള്ള സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരം ചില തിരിച്ചറിവുകളാണ് തുഷാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുഷാർ മത്സരിക്കണമെന്നുള്ള ശക്തമായ സമ്മർദ്ദം BJP ദേശീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നാളെ തുഷാർ ഡൽഹിയിലേക്ക് എത്തിച്ചേരും, ചർച്ചകൾ നടത്താനായിട്ട് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ചർച്ചകൾ പ്രധാനമായിട്ടും BDJSന്റെ സ്ഥാനാർത്ഥികളും സീറ്റുകൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ താൻ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല എന്നുള്ളതാണ് നമുക്ക് BDJS നേതാക്കളുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്തുണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും പറയാൻ സാധിക്കുന്നത്. ഇനി BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഏത് തരത്തിലാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം. ശരി ഷാജഹാൻ, NDAയിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കില്ല. തുഷാർ മത്സരിക്കാനില്ലെന്ന് അറിയിച്ചതോടെ BJP സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധി. കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള BJPയുടെ ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയെ ചൊല്ലി വൻ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ശരത് ചേരുന്നുണ്ട്. ശരത്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും BJPയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഒരു സീറ്റിലേക്ക് വേണ്ടി 2-3 പേരുകളാണ് ഇപ്പോൾ വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ ഇല്ല എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഇനി തുടർന്നുള്ള ചർച്ചകൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകും? ഇത് കൂടുതൽ സങ്കീർണമാക്കുമോ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ? അശ്വതി, BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ചർച്ച ചെയ്യാനുള്ള യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് തുഷാർ വെള്ളാപ്പള്ളി തൃശൂർ ഉൾപ്പെടെ ഒരു ലോക്സഭാ സീറ്റിലും മത്സരിക്കാനില്ല എന്നുള്ള നിലപാട് BDJS അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് നിലവിലെ സാഹചര്യത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തെയും വലിയ രീതിയിൽ ബാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം തൃശൂരിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിക്കാനുള്ള സമ്മതത്തിലായിരുന്നു BJP ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി അല്ലായിരുന്നെങ്കിൽ BJP ആ സീറ്റ് ഏറ്റെടുക്കുമെന്നുള്ള നിലയിലുമായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കില്ല എന്ന് വ്യക്തമായതോടുകൂടി BJPയെ സംബന്ധിച്ചിടത്തോളം തൃശൂരിലേക്കും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. തൃശൂരിൽ നിലവിലെ സാഹചര്യത്തിൽ K സുരേന്ദ്രനാണ് ഒന്നാമത്തെ പരിഗണനയുള്ളത്. എന്നാൽ K സുരേന്ദ്രനെ അതേപോലെ തന്നെ പത്തനംതിട്ടയിലും പരിഗണിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പത്തനംതിട്ടയിൽ K സുരേന്ദ്രൻ മത്സരിക്കണമെന്നുള്ള ഒരു താല്പര്യം ബഹുഭൂരിഭാഗം നേതാക്കന്മാർക്കുമുണ്ട്. PS ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നതിൽ നിന്നും തടയണമെങ്കിൽ K സുരേന്ദ്രനെ തന്നെ പത്തനംതിട്ടയിൽ ഇറക്കേണ്ടതുണ്ട് എന്നുള്ള നിലപാടിലാണ് മുരളീധരൻ വിഭാഗമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ തൃശൂരിൽ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സാഹചര്യത്തിൽ തൃശൂരിലേക്ക് K സുരേന്ദ്രനെ പരിഗണിക്കേണ്ടുന്നതായ സാഹചര്യം വരും. അങ്ങനെയാണെങ്കിൽ PS ശ്രീധരൻപിള്ളയ്ക്ക് മത്സരിക്കാൻ വേണ്ടി പത്തനംതിട്ടയിൽ അവസരം ലഭിക്കുകയും ചെയ്യും. പക്ഷേ അതേസമയം തന്നെ ശ്രീധരൻപിള്ളയാകട്ടെ നേരത്തെ മത്സരിക്കാനില്ല എന്നുള്ള സൂചന നൽകിക്കൊണ്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം പത്തനംതിട്ട സീറ്റിൽ ലഭിക്കില്ല എന്നുള്ള സൂചനകൾ രാവിലെ ഉണ്ടായപ്പോൾ അദ്ദേഹം മത്സരിക്കാനില്ല എന്നുള്ള നിലയിൽ പിന്മാറാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് നാണക്കേടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സംസ്ഥാന പ്രസിഡന്റിനെ ഇങ്ങനെ പത്തനംതിട്ട പോലെ BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലത്തിൽ മത്സരിപ്പിക്കരുത് എന്നുള്ള അഭിപ്രായം മുരളീധരനും അതുപോലെ തന്നെ RSSും കൃത്യമായും ദേശീയ നേതൃത്വത്തെ അറിയിക്കാനുള്ള സാധ്യതയാണുള്ളത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പത്തനംതിട്ട സീറ്റിൽ വലിയ ഒരു പ്രതിസന്ധിയുണ്ട്. അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം K സുരേന്ദ്രനെ പരിഗണിക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം താല്പര്യപ്പെടുമെങ്കിൽ പോലും അതേസമയം തന്നെ നേരത്തെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നിട്ടുണ്ടായ ടോം വടക്കനെ ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ കേന്ദ്ര നേതൃത്വം തൃശൂരിൽ കെട്ടിയിറക്കുമോ എന്ന ഭയവും സംസ്ഥാന നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ രീതിയിൽ ഇരു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തിന് ആക്കം കൂട്ടുന്ന ഒരു തീരുമാനമായിരുന്നു ഇപ്പോൾ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് മറ്റൊരു തരത്തിൽ കൂടി BJPയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെ ബാധിക്കും. കാരണം നിലവിൽ BDJSന് 4 സീറ്റുകളാണ് മത്സരിക്കാൻ വേണ്ടി NDA മുന്നണിയുടെ ഭാഗമായി BJP അനുവദിച്ചു നൽകിയിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി തൃശൂർ സീറ്റിൽ മത്സരിക്കുന്നില്ല എങ്കിൽ ആ
സീറ്റിനു പകരമായി മറ്റൊരു സീറ്റ് നൽകേണ്ടുന്നതായ സാഹചര്യം BJPക്ക് വരും. അതൊരു പക്ഷേ ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള മണ്ഡലമാകാനുള്ള സാധ്യതയുമുണ്ട്. ആറ്റിങ്ങൽ ഏറ്റവും പ്രധാനമായും പരിഗണിക്കുന്ന PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിൽ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവായ PK കൃഷ്ണദാസിനെ ഉൾപ്പെടെ മറ്റൊരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കേണ്ടുന്നതായ സാഹചര്യം വരും. ഈ രീതിയിൽ തുഷാർ വെള്ളാപ്പള്ളി ഒരു സീറ്റിൽ മത്സരിക്കില്ല, ഈ തൃശൂർ സീറ്റിൽ മത്സരിക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതോടുകൂടി പല മണ്ഡലങ്ങളിലും ലോക്സഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. BJP നേതാക്കൾ വലിയ ഒരു പരിശ്രമം നടത്തുന്നത് ഇന്ന് തന്നെ പട്ടിക പുറത്തിറക്കാൻ വേണ്ടിയാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ എല്ലാ മുന്നണികളും ഈ ഇടതുമുന്നണി കഴിഞ്ഞ ഒരാഴ്ച മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേറെ മുന്നോട്ട് പോയിരിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ അല്പസമയത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇനിയും സാധിച്ചില്ല എങ്കിൽ പ്രചരണ രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് BJP ഭയക്കുന്നുണ്ട്. ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ആദ്യഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ ഈ കേരളത്തിലെ 20 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും തയ്യാറാകണം തെരഞ്ഞെടുപ്പ് സമിതി എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം എന്നതാണ് ഏറ്റവും പ്രധാനമായ ചർച്ച. ഏതായാലും നേതാക്കന്മാർ രാവിലെ മുതൽ ആരംഭിച്ച ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രതിസന്ധി ഒരു തരത്തിലും അയയുന്നില്ല എന്ന് തന്നെയാണ് നിലവിൽ BJPയുടെ സ്ഥാനാർത്ഥി ചർച്ചയെ വിലയിരുത്തുമ്പോഴും മനസ്സിലാക്കേണ്ടത്. വെള്ളാപ്പള്ളി മത്സരരംഗത്തേക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് ശരത് നൽകിയത്. CPMന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നു. 45 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ സീറ്റ് വീതമാണ് ആദ്യഘട്ട പട്ടികയിൽ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നിന്നുള്ള സീറ്റിൽ ഷെരീഫ് ഖാനാണ് മത്സരിക്കുന്നത്. അസം, തമിഴ്നാട്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ CPM തീരുമാനിച്ചു. കേരളത്തിലും പശ്ചിമബംഗാളിലും 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി. മുസ്ലിം ലീഗ് SDPI രഹസ്യ ചർച്ചയിൽ ഒരു വിഭാഗം ലീഗ് നേതാക്കൾ പാണക്കാട് ഹൈദരലി തങ്ങളെ അതൃപ്തി അറിയിച്ചു. യുവനേതാവ് നജീബ് കാന്തപുരം രൂക്ഷമായാണ് ഫേസ്ബുക്ക് പേജിൽ പ്രതികരിച്ചത്. MK മുനീറും KM ഷാജിയും അതൃപ്തി അറിയിച്ചതോടെ രാഷ്ട്രീയമായി മാത്രമല്ല സംഘടനാപരമായും ലീഗ് പ്രതിസന്ധിയിലെന്നാണ് വിലയിരുത്തൽ. ഒരേ സമയം ന്യൂനപക്ഷ വർഗീയതയെ പരസ്യമായി എതിർക്കുകയും രഹസ്യമായി പിന്തുണക്കുകയും വളർത്തുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം ശരിവെക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കൊണ്ടോട്ടി KTDC ടാർമറിന്റ് ഹോട്ടലിലെ ലീഗ് നേതാക്കളുടെ ദൃശ്യങ്ങൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ വിശദീകരിക്കാനാവാതെ മുസ്ലിം ലീഗ് നേതാക്കൾ ഒന്നടങ്കം പ്രതിരോധത്തിലായി. ഇതാണ് PK കുഞ്ഞാലിക്കുട്ടിക്കും ET മുഹമ്മദ് ബഷീറിനുമെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം രംഗത്തെത്താൻ ഇടയാക്കിയത്. പോപ്പുലർ ഫ്രണ്ടിനെ പരസ്യമായി വിമർശിക്കുന്ന KM ഷാജി, MK മുനീർ തുടങ്ങിയവർ പാണക്കാട് ഹൈദരലി തങ്ങളെ ഫോണിൽ വിളിച്ച് വിയോജിപ്പറിയിച്ചു. യുവനേതാവ് നജീബ് കാന്തപുരം രൂക്ഷമായാണ് ഫേസ്ബുക്കിൽ നേതാക്കൾക്കെതിരെ പ്രതികരിച്ചത്. തീവ്രവാദികളുടെ മുമ്പിൽ കുമ്പിട്ടല്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടതെന്ന് നജീബ് കാന്തപുരം ഓർമ്മിപ്പിക്കുന്നു. മലപ്പുറത്തും പ്രത്യേകിച്ച് പൊന്നാനിയിലും SDPI ബന്ധം തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെയും വിലയിരുത്തൽ. പോപ്പുലർ ഫ്രണ്ടുമായുള്ള ലീഗിന്റെ രഹസ്യബന്ധത്തിൽ സമസ്ത നേതാക്കളും ആശ്ചര്യത്തിലാണ്. മുസ്ലിം ലീഗിലെ മുജാഹിദ് അനുകൂലികളാണ് ഇതിനു പിന്നിലെന്നാണ് സമസ്ത നേതാക്കൾ കരുതുന്നത്. പാർട്ടിയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കിട്ടിയ ആയുധം മറുവിഭാഗം ഏറ്റെടുത്തതോടെ ലീഗ് രാഷ്ട്രീയമായി മാത്രമല്ല സംഘടനാപരമായും പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. KT സ്വാലിഹ്, മലപ്പുറം. JDSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡാനിഷ് അലി BSPയിൽ ചേർന്നു. UPയിൽ JDSന് വലിയ സ്വാധീനമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാജി. ഭരണഘടനാ ഭീഷണികൾ നേരിടുന്ന കാലത്ത് ശക്തമായ പക്ഷത്തോടൊപ്പം നിൽക്കേണ്ടത് ആവശ്യമാണെന്നും മായാവതി ഏൽപ്പിക്കുന്ന കർത്തവ്യം ഉത്തരവാദിത്തത്തോടെ നിറവേറ്റുമെന്നും ഡാനിഷ് അലി വ്യക്തമാക്കി. കർണാടകയിൽ കോൺഗ്രസ് JDS സീറ്റ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഡാനിഷ് ആയിരുന്നു. സഖ്യത്തിന്റെ ഏകോപന സമിതി കൺവീനറായിരുന്നു അദ്ദേഹം. JDSൽ പ്രവർത്തിക്കുമ്പോൾ പദവികളൊന്നും താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ദേവഗൌഡ തന്നെ തെരഞ്ഞെടുക്കുകയും പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തതെന്നും ഡാനിഷ് അലി മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെയാണ് BSPയിൽ എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയാളത്തിലെ ഹാസ്യ സാമ്രാട്ട് ജഗതിയെ കാണാൻ ആറ്റിങ്ങലെ LDF സ്ഥാനാർത്ഥി A സമ്പത്ത് എത്തി. പേയാടുള്ള വസതിയിലെത്തിയാണ് ജഗതിയുടെ അനുഗ്രഹം തേടിയത്. മലയാളത്തിന്റെ പ്രിയതാരം ജഗതി ശ്രീകുമാറിനെ കാണാൻ സമ്പത്ത് എത്തിയത് ഭാര്യാസമേതനായിട്ടാണ്. കാട്ടാക്കട MLA IB സതീഷിനും പാർട്ടി പ്രവർത്തകർക്കും ഒപ്പമെത്തിയ സ്ഥാനാർത്ഥിയെ വീട്ടുകാർ ഹൃദ്യമായ വരവേൽപ്പ് നൽകി സ്വീകരിച്ചു.
താൻ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ജനവിധി തേടുകയാണെന്ന് സമ്പത്ത് ജഗതിയോട് സൂചിപ്പിച്ചപ്പോൾ ഹൃദ്യമായൊരു ചിരി കൊണ്ട് ജഗതി മറുപടി നൽകി. ആരോഗ്യ വിവരങ്ങൾ തിരക്കിയറിഞ്ഞ സമ്പത്ത് വികാരാധീനനായിട്ടാണ് പിന്നീട് മറുപടി നൽകിയത്. Sometimes the silence is much stronger than the noise and the voice. അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും. കാരണം അങ്ങനെയാണ്. ജഗതിയുടെ കുടുംബാംഗങ്ങൾ, അയൽപ്പക്കക്കാർ എന്നിവരോട് വോട്ട് ചോദിക്കാൻ കൂടി വേണ്ടിയാണ് സമ്പത്ത് പേയാട്ടെ ജഗതിയുടെ വീട്ടിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ അസംബ്ലി മണ്ഡല കൺവെൻഷനുകൾ ആരംഭിച്ചു. തിരുവല്ലയിൽ നടന്ന കൺവെൻഷൻ മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇടത് ജനാധിപത്യ മുന്നണിയുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയായതോടെ അസംബ്ലി മണ്ഡല കൺവെൻഷനുകൾ ആരംഭിച്ചു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തിരുവല്ല മണ്ഡലം കൺവെൻഷൻ മുൻ ജലവകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. വൻ ജനസഞ്ചയമാണ് കൺവെൻഷനിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നത്. പത്തനംതിട്ട ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മേഖലകളിൽ കൂടി ചേർന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും മുൻ എം പി നടത്തിയിട്ടില്ല എന്ന് വീണ ജോർജ് പറഞ്ഞു. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നമുക്ക് ഏതെങ്കിലും ദേശീയപാതകൾ കിട്ടിയതായി അറിയുമോ? അറിയില്ല. കാരണം ഒട്ടേറെ സാധ്യതകളുള്ള ഈ മണ്ഡലത്തിൽ ഒരു ദേശീയപാത പോലും പുതിയതായി കൊണ്ടുവരുവാൻ ഈ 10 വർഷ കാലയളവിനുള്ളിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൺവെൻഷനിൽ വിവിധ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ചവറ ഇനിയും ചുവക്കുമെന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വിജയം ഉറപ്പെന്നും ചവറ MLA വിജയൻപിള്ള. മണ്ഡലത്തിലെ വികസനവും ജനമനസ്സും ഒരുപോലെ ഇടതിനൊപ്പമെന്നും വിജയൻപിള്ള പറഞ്ഞു. ചവറയിൽ RSPയുടെ തട്ടകത്താണ് വിജയൻപിള്ള വെണ്ണിക്കുടി പാറിച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം തന്നെ അതിനൊരു തെളിവാണ്. നാട്ടുകാരുടെ ആവശ്യമായിരുന്നു ചവറയിൽ വിജയൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളതും ഞങ്ങൾക്ക് MLA വേണമെന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. ഇപ്പോൾ അദ്ദേഹമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിന് ചവറ മേഖലയിൽ ചുക്കാൻ പിടിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ചവറയിൽ നിന്നുള്ള വോട്ട് നേടാനുള്ള തന്ത്രം, അതെങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ജനങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കും. കാരണം നമ്മളെ MLA ആയിട്ട് തെരഞ്ഞെടുത്തതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്തൊട്ടാകെ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ MLA ആണ് ഞാൻ. അല്ലാതെ ഞാൻ MLAയുടെ സ്ഥാനം ഉപയോഗിച്ച് ഒരഹങ്കാരങ്ങളും ഇന്ന് വരെ ഒരു വ്യക്തികളോടെയും കാണിക്കാൻ പോയിട്ടില്ല. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരോടൊപ്പം നിൽക്കുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ഈ 2.5 വർഷം കഴിഞ്ഞ് പൂർത്തീകരിച്ചപ്പോഴത്തേക്ക് ഏതാണ്ട് 250 കോടി രൂപയുടെ വികസനങ്ങൾ നമ്മുടെ പ്രദേശത്ത് കൊണ്ടുവരാനും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും KN ബാലഗോപാലിന് അതിൻ്റേതായ ഗുണങ്ങൾ എന്തായാലും ശരി LDFന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടും. അദ്ദേഹത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും LDFന്റെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും. ചവറ മുതൽ ചവറ വരെ നീണ്ടു നിൽക്കുന്ന RSP എന്നാണ് RSPയെ കുറിച്ച് പറയുന്നത്. ചവറയിൽ RSPക്ക് വേരോട്ടമുണ്ടോ? അത് ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ഇടതുമുന്നണിയെ ബാധിക്കുക? അല്ലെങ്കിൽ UDF അത് എങ്ങനെയാണ് നേട്ടമാക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും UDFന്റെ നേട്ടം എന്തായാലും ശരി ഈ LDFനെ സംബന്ധിച്ചോളം അതൊരു നേട്ടം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ നമ്മുടെ UDFന്റെ RSPയെ പറ്റിയൊക്കെ വ്യക്തിപരമായിട്ടോ മറ്റേ രാഷ്ട്രീയപരമായിട്ടോ ഞാൻ വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ LDF പ്രസ്ഥാനം ശക്തമാണ്. ഈ പ്രദേശത്തൊട്ടാകെ നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്ത് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതാണ് നമ്മളുടെ മുദ്രാവാക്യം. അത് ഈ പാർലമെന്റ് ഇലക്ഷനിൽ അതൊക്കെ വോട്ടാവും എന്നുള്ളതാണോ ശ്രീ വിജയൻപിള്ളയുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും വോട്ടാവും. ഞങ്ങളതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. കാരണം നമ്മൾ ഏതാണ്ട് 10-70 വർഷക്കാലം ഒരു തുരുത്തുണ്ട് നമ്മുടെ ഫാത്തിമ ഐലൻഡ്. മുക്കാട്ടിൽ നിന്ന് ഫാത്തിമ ഐലൻഡ് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട തുരുത്താണ്. 10-70 വർഷക്കാലമായിട്ട് അവരുടെ സ്വപ്നമാണ് ഒരു പാലം. ആ പാലം ഇപ്പം സർക്കാർ ടെൻഡർ ചെയ്ത് 15 കോടി രൂപ, ഒരു പാലമല്ല 2 പാലം, മുക്കാട്ടിൽ നിന്ന് ഫാത്തിമ ഐലൻഡിൽ നിന്ന് അളകപ്പുറത്തിലേക്കും. അതാണ്
അതായത് വ്യക്തിത്വം, രണ്ട് വ്യക്തിത്വം. ഒന്ന് ഇടതുമുന്നണിയുടെ വ്യക്തിത്വം, രണ്ട് സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന സാധാരണക്കാരനായ MLA എന്ന നിലയിൽ അങ്ങനെ ഒരു അവകാശം മാത്രം വാദം ഉന്നയിക്കുന്ന ചവറ വിജയൻപിള്ളയാണ് പറയുന്നത് ചവറയിലെ ജനങ്ങൾ ഇടതുമുന്നണിക്കൊപ്പമാണെന്ന്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ചുട്ടുപൊള്ളുന്ന വേനലിനെ ആവേശം കൊണ്ട് മറികടന്ന് വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. കുറ്റ്യാടി പഞ്ചായത്തിലെ വിവിധ കലാലയങ്ങളിൽ എത്തിയ ജയരാജനെ കന്നി വോട്ടർമാർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത്. ഹാരാർപ്പണം നടത്തിയാണ് ഗവൺമെന്റ് മൊകേരി കോളേജ് വിദ്യാർത്ഥികൾ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. കുറ്റ്യാടിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. ജയരാജന് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. രാവിലെ 8 മണി മുതൽ LDF സ്ഥാനാർത്ഥി P. ജയരാജൻ കുറ്റ്യാടിയിലെ പൌരപ്രമുഖരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും സന്ദർശിച്ചു. സഹകരണ കോളേജ്, ഇൻസ്പയർ കോളേജ്, ഐഡിയൽ പബ്ലിക് സ്കൂൾ, വടയം LP സ്കൂൾ, നെടുമ്പൊയിൽ UP സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തിയ ശേഷം വീടുകളിലും വ്യക്തികളെയും നേരിൽ കണ്ടാണ് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചത്. ചുട്ടുപൊള്ളുന്ന വേനലിലും വഴിയോരങ്ങളിൽ തങ്ങളുടെ പ്രിയ സഖാവിനെ കാണാൻ നാട്ടുകാർ ഒത്തുകൂടിയിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ മൊകേരി ഗവൺമെന്റ് കോളേജിലെത്തിയ P. ജയരാജനെ തൊണ്ടമുട്ടുമാർ ഉച്ചത്തെ മുദ്രാവാക്യം വിളികളോടെയാണ് മൊകേരി ഗവൺമെന്റ് കോളേജിലെ കന്നി വോട്ടർമാർ ക്യാമ്പസിലേക്ക് ആനയിച്ചത്. കോളേജിന്റെ മുറ്റത്ത് തടിച്ചുകൂടിയ വിദ്യാർത്ഥികളോട് അല്പസമയം ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചതിനു ശേഷം അവരുടെ കൂടെ ഒരു സെൽഫിക്ക് ശേഷം കോളേജിലെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ജീവനക്കാരോടും കുശലാന്വേഷണം നടത്തി. 2004 ഏപ്രിൽ 6 കണ്ണൂർ സെൻട്രൽ ജയിൽ വെച്ച് RSS പ്രവർത്തകർ കൊല ചെയ്ത അമ്പലക്കുളങ്ങരയിലെ ധീരരക്തസാക്ഷി KP രവീന്ദ്രന്റെ വീട്ടിലെത്തി അമ്മ അമ്മാളുമ്മയെയും മകൻ രജീഷിനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം വോട്ടഭ്യർത്ഥിച്ചു. പിന്നീട് പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് തയ്യൽ കൃഷ്ണൻ മാസ്റ്ററുടെ കുടുംബത്തെയും P. ജയരാജൻ സന്ദർശിച്ചു. വേളത്ത് ലീഗ് പ്രവർത്തകരുടെ കൊലക്കത്തിക്കിരയായ രക്തസാക്ഷി കൂളിക്കുന്നിലെ ബിജുവിന്റെ വീട്ടിലും ജയരാജൻ സന്ദർശനം നടത്തി. പ്രധാന അങ്ങാടിയിലെ പര്യടനത്തിന് ശേഷം വേളം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം പുറമേരിയിലാണ് പര്യടനം സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF പാർലമെന്റ് മണ്ഡലം, നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ പ്രചാരണം തുടരുന്നു. കാസർഗോഡ് LDF മികച്ച വിജയം കൈവരിക്കുമെന്ന് KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. UDF BJP സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വരും മുമ്പ് തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് LDF ഏറെ മുന്നിലെത്തി. സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിലവിൽ വന്നു. LDF നിയമസഭാ മണ്ഡലം കമ്മിറ്റികളുടെ രൂപീകരണവും പൂർത്തിയായി. ചുമരെഴുത്തുകളും പ്രചാരണ ബോർഡുകളും ബാനറുകളും വ്യാപകമായി സ്ഥാപിച്ചു കഴിഞ്ഞു. തുടക്കത്തിൽ നേടിയെടുത്ത പ്രചാരണ മേൽക്കൈ വോട്ടെടുപ്പ് വരെ നിലനിർത്താനാകുമെന്ന് KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. LDFന് പുറത്തുള്ള നിരവധി വോട്ടുകൾ LDFന് ലഭിക്കും. നിശ്ചയമായിട്ടും ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് LDFന്റെ പ്രതാപകാലത്ത് ലഭിച്ച ഭൂരിപക്ഷത്തിലേക്ക് ഇത്തവണ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ LDF ഭൂരിപക്ഷം വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. BJP UDF സ്വാധീന മേഖലയായ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ സതീഷ് ചന്ദ്രന് LDFന് പുറത്തുള്ള പരമാവധി വോട്ടർമാരുടെ പിന്തുണ ഉറപ്പിക്കാനായി. പ്രമുഖ ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായിരുന്ന പരേതനായ കാടകം മാധവൻ നമ്പ്യാരുടെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ പത്നി രാധാമാധവന്റെ അനുഗ്രഹാശംസകൾ നേടി. ക്യാമ്പസുകളിൽ KP സതീഷ് ചന്ദ്രന് വിദ്യാർത്ഥികൾ ആവേശകരമായ വരവേൽപ്പ് നൽകി. LDF മഞ്ചേശ്വരം, കാസർഗോഡ്, തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം കൺവെൻഷനുകളിലും സതീഷ് ചന്ദ്രൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോട്ടർമാരെ നേരിട്ട് കണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ മണ്ഡല പര്യടനം. വ്യവസായ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ഇടയിലുമെല്ലാം ഹൃദ്യമായ സ്വീകരണമാണ് കണ്ണൂരിന്റെ വികസന നായികയ്ക്ക് ലഭിക്കുന്നത്. അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളിലെ വർദ്ധിച്ച ജനപങ്കാളിത്തവും ശ്രീമതി ടീച്ചറുടെ ജനസമ്മതിയുടെ തെളിവാകുന്നു. കഴിഞ്ഞ 5 വർഷം PK ശ്രീമതി ടീച്ചർ കണ്ണൂരിന് നൽകിയ വികസന നേട്ടങ്ങൾക്ക് ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ് വോട്ടർമാർ. ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ ഇറങ്ങിയ ശ്രീമതി ടീച്ചർക്ക് എല്ലായിടത്തും ലഭിക്കുന്നത് ആവേശകരമായ സ്വീകരണം. തൊഴിലാളികളും വിദ്യാർത്ഥികളുമെല്ലാം ശ്രീമതി ടീച്ചറുടെ വിജയത്തിനായി പ്രയത്നിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് ജനങ്ങൾ ശ്രീമതി ടീച്ചറുടെ വികസന നേട്ടങ്ങളെ അംഗീകരിക്കുന്നത്. ഒരുപാട് മാറ്റം വികസനത്തിന്റെ രംഗത്തും ഒപ്പം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾ വളരെ ശ്ലാഘനീയമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒട്ടനവധി കാര്യങ്ങളിൽ ഈ ഗവൺമെന്റിന് കിട്ടിയിട്ടുള്ള അംഗീകാരം ഒരുപക്ഷെ ഇതിനു മുൻപ് ഒരിക്കലും കേരളം കണ്ടിട്ടില്ല. അത്തരമൊരു സന്ദർഭത്തിൽ
ഈ LDFന് മാത്രമേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കാനും അവർക്ക് വേണ്ടി നിലക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ഒരു വിശ്വാസം ജനങ്ങളിലുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പകുതിയിലധികം അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാക്കി LDF പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തി. ഇരിക്കൂർ നിയമസഭാ മണ്ഡലം കൺവെൻഷൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും മട്ടന്നൂർ കൺവെൻഷൻ മന്ത്രി EP ജയരാജനും ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് ജനങ്ങളുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി ജനങ്ങളുടെ വിശ്വസ്തരായി തീർന്നിട്ടുള്ള ശ്രീമതി ടീച്ചർ പൊരുതുന്ന സ്ത്രീകൾക്ക് സ്ത്രീ മോചനത്തിന് വേണ്ടി, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്ത്രീ പുരുഷ സമത്വം സാക്ഷാത്കരിച്ചെടുക്കാൻ അക്ഷീണം പ്രവർത്തിച്ചു. ശ്രീമതി ടീച്ചറുടെ പ്രചരണ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തമാണ് ദൃശ്യമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലെ മുസ്ലിം പള്ളികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. ഗുജറാത്ത് സ്വദേശി മുഹമ്മദ് ജുനദ് ഖാരെയാണ് കൊല്ലപ്പെട്ടത്. ഹൈദരാബാദിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നുമുള്ള 2 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും സ്ഥിരീകരണം. കൂടാതെ 6 ഇന്ത്യക്കാരെ കാണാനില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെടിവെപ്പിൽ കാണാതായവരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നുണ്ട്. അൻസി കരുപ്പാക്കുളം അലിബാബ എന്ന 25 വയസ്സുകാരിയാണ് കാണാതായിരിക്കുന്നത്. അതേസമയം ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതി ബ്രെന്റൺ ടാരന്റിനെ ഏപ്രിൽ 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഓസ്ട്രേലിയൻ പൌരനാണ് 28-കാരനായ ബ്രെന്റൺ ടാരന്റ്. ഇയാളെ കൂടാതെ 2 പേർ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട്. വംശീയ വിദ്വേഷമാണ് കൊലപാതകത്തിന്റെ കാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ലോകത്തെ ഞെട്ടിച്ച ആക്രമണം അക്രമി സ്വന്തം ട്വിറ്റർ അക്കൌണ്ടിലൂടെ ലൈവായി സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഒരു തോക്കിന്റെ മുനയിൽ നിരവധി പേർ മരിച്ചു വീഴുന്ന ദൃശ്യങ്ങളാണ് അക്രമി തത്സമയം പുറത്തുവിട്ടത്. വ്യവസ്ഥിതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന അവബോധം പൊതുജനങ്ങളിൽ സൃഷ്ടിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. AKG പഠന ഗവേഷണ കേന്ദ്രവും സർവകലാശാല യൂണിയനുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യങ് സ്കോളേഴ്സ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഭൌതിക സ്വത്ത് പൊതുനന്മയ്ക്കായി പ്രയോജനപ്പെടുത്താൻ ഗവേഷകർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1500ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഗ്രസ് നാളെ സമാപിക്കും. ഗവേഷണ രംഗത്ത് കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവേഷകർ ആർജിക്കുന്ന വിജ്ഞാനം സാമൂഹ്യമാറ്റത്തിന് ഉതകണം. പരമ്പരാഗത മേഖലയിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങളുണ്ട്. എന്നാൽ ഗവേഷണത്തിലൂടെ അവിടെയും വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമുക്ക് പരമ്പരാഗതമായ അറിവുകൾ ഒട്ടേറെയുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാനാവും എന്ന് ധരിക്കരുത്. ലോകത്തിൻ്റെ വിജ്ഞാനങ്ങളെ ആകെ സ്വാംശീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. അത് ജനോപകാരപ്രദമായി പ്രയോഗത്തിൽ വരുത്താനും കഴിയേണ്ടതായിട്ടുണ്ട്. വിവിധ വിജ്ഞാന ശാഖകളുടെ സംയോജനം, അതിലൂടെയുള്ള പുതിയ വിജ്ഞാനങ്ങളുടെ ഉൽപാദനം, ഈ വഴികളിലൂടെയാണ് നീങ്ങേണ്ടത് എന്ന ധാരണ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാർഷിക രംഗത്തും ആരോഗ്യരംഗത്തും ഗവേഷണങ്ങളിലൂടെ കൂടുതൽ ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2 ദിവസങ്ങളിലെ നടക്കുന്ന കോൺഗ്രസിൽ രാജ്യത്തെ ഗവേഷക, അക്കാദമിക, വിദ്യാഭ്യാസ, സാമൂഹ്യ, ശാസ്ത്ര മേഖലകളിലെ പ്രഗത്ഭർ പങ്കാളികളാകും. 1500ഓളം പ്രതിനിധികൾ 400ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. വിജ്ഞാനത്തിന്റെ ആഘോഷം, മാറ്റത്തിനുള്ള ആഹ്വാനം എന്ന വിഷയത്തിലാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ AKG പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ A. വിജയരാഘവൻ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ CP ചന്ദ്രശേഖർ മുഖ്യപ്രഭാഷണം നടത്തി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി എന്നിവരും സർവകലാശാല VC-മാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശ്രീവരാഹത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ മുഖ്യപ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. യുവാവിനെ കൊലപ്പെടുത്തിയ മയക്കുമരുന്ന് സംഘാംഗമായ അർജുനെ പിടികൂടുന്നതിനായി പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ 2 പേരുടെ അറസ്റ്റ് ഇന്നലെ പോലീസ് രേഖപ്പെടുത്തി. മദ്യപിക്കുകയായിരുന്ന പ്രതികളുമായി ഉണ്ടായ വാക്കുതർക്കമാണ് ശ്രീവരാഹം സ്വദേശി ശ്യാമിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലപാതകം നേരിട്ട് നിർവഹിച്ച അർജുനെയാണ് പോലീസ് ഇപ്പോൾ തിരയുന്നത്. ശ്യാമിനെ കുത്തിയ സംഭവത്തിൽ മനോജ്, രജിത്ത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അർജുൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. മുംബൈയിൽ ജോലി ചെയ്യുന്ന അർജുൻ സമീപ ദിവസങ്ങളിലാണ് തലസ്ഥാനത്തെത്തിയത്. എത്രയും വേഗം മുഖ്യപ്രതിയെ പിടികൂടുമെന്ന് പോലീസ് വൃത്തങ്ങൾ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അതിനിടെ അർജുന്റെ സുഹൃത്തുക്കളായ മനോജ്, രജിത്ത് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇരുവരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ഏറ്റുമുട്ടലിൽ കുത്തേറ്റ ശ്യാമിന്റെ സുഹൃത്തുക്കളായ വിമൽ, ഉണ്ണിക്കണ്ണൻ എന്നിവർ അപകടനില തരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും സുപ്രീം കോടതിയെ സമീപിച്ചു. 2018 ഒക്ടോബറിൽ പടക്ക നിയന്ത്രണത്തിന് കൊണ്ടുവന്ന ഉത്തരവിൽ ഭേദഗതി വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം ബോർഡ്. ഗുണ്ട്, അമിട്ട് അടക്കമുള്ള പടക്കങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകണം എന്ന് ഹർജിക്കാർ. ബേരിയം രാസവസ്തു ഉപയോഗിച്ചുള്ള പടക്കങ്ങളും ഉപയോഗിക്കാൻ അനുമതി വേണം. ഇപ്പോഴുള്ള സമയ നിയന്ത്രണത്തിൽ ഇളവ് അനുവദിക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നു. മാർച്ച് 27-ന് ഹർജി സുപ്രീം കോടതി പരിഗണിക്കും.